മദ്രസ അധ്യാപകർക്ക് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വിവാദ ബില്ല് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പിൻവലിച്ചു. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് സമാജ്വാദി സർക്കാർ ഈ ബില്ല് പാസാക്കിയത്. ഇത് പിൻവലിച്ചതോടെ മദ്രസ അധ്യാപകർക്കെതിരായുള്ള നിയമ നടപടികൾ എടുക്കുവാൻ സാധിക്കും എന്ന അവസ്ഥയിലാണ്. ആ നിയമപ്രകാരം എന്ത് കുറ്റം ചെയ്താലും മദ്രസ അധ്യാപകർക്കെതിരെ ജീവനക്കാർക്കും എതിരായി കേസെടുക്കുവാനോ അന്വേഷിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. അത് ഏതു തരത്തിലുള്ള കേസായാലും. ഈ ബില്ലിനെ എതിർത്ത് അന്നത്തെ ഗവർണറായിരുന്ന റാം നായിക് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഭരണഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി പിന്നീട് ഈ ബില്ല് തിരിച്ചയച്ചു. ഇതോടെ സമാജ്വാദി സർക്കാർ വെട്ടിലായി. പിന്നീട് 2017 BJP അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ഈ ബില്ലിന് പിന്നീട് നിയമസാധുതയൊന്നും ലഭിച്ചില്ല. പക്ഷേ വളരെ നിശബ്ദമായി ഇപ്പോഴും ടേബിളിലിരിക്കുകയായിരുന്നു ഈ ബില്ല്. ഈ ബില്ലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. അതായത് എന്ത് തരത്തിലുള്ള കോമാളിത്തം കാട്ടിയും അധികാരത്തിൽ തുടരുവാൻ, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അധികാരത്തിൽ തുടരുവാൻ ആഗ്രഹിച്ചിരുന്നു അഖിലേഷ് യാദവിൻ്റെ സർക്കാർ. അവിടെ വലിയ ഗുണ്ടാരാജായിരുന്നു ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് യോഗി ആദിത്യനാഥ് വരുന്ന സമയത്ത്. ആ ഗുണ്ടാരാജിനെയൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടുന്ന് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല സംഘടനകളെയും നിരോധിച്ച് ഉത്തർപ്രദേശിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്നത് യോഗി ആദിത്യനാഥായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് സംഘങ്ങളെല്ലാം അടിച്ചോടിക്കുകയുണ്ടായി യോഗി ആദിത്യനാഥ് സർക്കാർ. അത്തരത്തിലൊരു വലിയ ഗുണ്ടാരാജിനെ നേതൃത്വം ഉത്തർപ്രദേശിൽ കൊടുത്തിരുന്നു. ചില കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള ഗുണ്ടാരാജിന് ഉത്തർപ്രദേശിൽ അവരുടെ കരുത്തും മെയ്വഴക്കവും നൽകി പോന്നിരുന്നു. ഇതിനെയൊക്കെയും കൃത്യമായ രീതിയിൽ ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റി ഉത്തർപ്രദേശിനെ ശുദ്ധീകരിച്ചെടുത്തത് യോഗി ആദിത്യനാഥ് സർക്കാരാണ്. ഈ അടുത്ത സമയത്ത് പോലും അവിടുത്തെ മരുന്ന് ലോബി വലിയ രീതിയിൽ പിടിമുറുക്കുകയുണ്ടായി. ഇത് സത്യത്തിൽ യോഗി സർക്കാർ വരുന്നതിന് മുന്നേ അഖിലേഷ് സർക്കാർ ഇവരോടൊക്കെ ചേർന്ന് പ്രവർത്തനം മുന്നോട്ട് നീക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും പുറം ലോകത്തിന് അറിയാത്ത രീതിയിൽ ഉത്തർപ്രദേശിനെ മുന്നോട്ട് നീക്കാനുള്ളൊരു ചാതുര്യം അഖിലേഷ് യാദവ് സർക്കാർ കാണിച്ചിരുന്നു. അതിനൊക്കെയാണ് ഇപ്പോൾ യോഗി സർക്കാരിലൂടെ വലിയ മാറ്റം ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.